അപ്പോൾ എല്ലാവർക്കും 2026 ഹാപ്പി ന്യൂ ഇയർ വിഷസുമായിട്ട് നമ്മൾ ഈ എപ്പിസോഡ് തുടങ്ങാണ്. ഇന്നത്തെ പ്രധാന വിഷയങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെയും ബംഗ്ലാദേശിൻ്റെയും വിഷയമാണ് നമ്മൾ നോക്കുന്നത്. പാകിസ്ഥാൻ ഇച്ചിരി അസ്വസ്ഥതപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇന്ത്യ ബംഗ്ലാദേശിലേക്ക് ഒരു വിസിറ്റ് നടത്തി. അതിൽ പാകിസ്ഥാൻ ഇച്ചിരി പ്രശ്നത്തിലാണ്. ആ സംഭവം വേറെ ഒന്നുമില്ല. പാകിസ്ഥാൻ ഇത്രയും നാളും ഭീകരവാദികളെ വിട്ട് അവിടെ ഭയങ്കരമായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ ആണെങ്കിൽ വല്ലാത്ത രീതിയിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്ന ഒരു സാഹചര്യമായിരുന്നു. പക്ഷേ അതിനിപ്പോൾ ഈ കാലിദാസിയ, ബംഗ്ലാദേശിലെ BNP പാർട്ടിയുടെ നേതാവും 2 തവണ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് പൊസിഷനിലിരുന്ന കാലിദാസിയ മരണപ്പെട്ടു. 80 വയസ്സായിരുന്നു. അതിനെ തുടർന്ന് ഇന്ത്യക്ക് ക്ഷണമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ത്യ അവരുടെ ആ ഒരു ബറിയൽ സെറമണിക്ക് അവിടെ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടൊരു ഡിപ്ലോമാറ്റിക് ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറെ തന്നെ നേരിട്ട് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് ശരിക്കും അവിടെ കാലിദാസിയയുടെ മകനായിട്ടുള്ള താരിഖ് റഹ്മാനെ ഡയറക്റ്റായിട്ട് മീറ്റ് ചെയ്യാനുള്ള സാഹചര്യത്തിന് വഴിയൊരുക്കി. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ താരിഖ് റഹ്മാൻ ശരിക്കും അടുത്ത ഇലക്ഷനിൽ മത്സരിച്ച് വിജയിക്കാനിരിക്കുന്ന സാഹചര്യമാണ് അവിടെ ഉള്ളത്. ഈ സ്റ്റുഡൻസിൻ്റെ NCP പാർട്ടി എത്ര തന്നെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലും അവിടെ വിജയസാധ്യത ഇച്ചിരി കുറവാണ്. അതുകൊണ്ടാണ് അവർ ഇമാതിരിയുള്ള കലാപങ്ങളൊക്കെ, മൈനോറിറ്റിക്കെതിരെ പല രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവിടെ അവർ ഒരു ചേരിതിരിവ് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുന്നത്. പക്ഷേ ഈ സാഹചര്യത്തിലാണ് ശരിക്കും ഈ കാലിദാസിയയുടെ മരണം ഇന്ത്യയും കാലിദാസിയയുടെ മകനായിട്ടുള്ള നെക്സ്റ്റ് BNP പാർട്ടിയുടെ നേതാവായിട്ടുള്ള, അതായത് പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റിൽ വരാനുള്ള നേതാവായിട്ടുള്ള താരിഖ് റഹ്മാനുമായിട്ടുള്ള ഒരു മീറ്റിങ്ങിന് അവിടെ വഴിയൊരുക്കിയത്. ഇത് വല്ലാത്ത രീതിയിൽ പാകിസ്ഥാനെ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇതിനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പാകിസ്ഥാൻ പ്രതികരിക്കുക? പാകിസ്ഥാന്റെ പ്രതികരണം ഒരിക്കലും നേരിട്ടായിരിക്കില്ല. നേരിട്ട് ബംഗ്ലാദേശ് നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനൊന്നും പറയത്തില്ല. പക്ഷേ ഇതിൻ്റെ ഒരു സൂചന നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് സഫിയുല്ല കസൂരി ജയ്ഷെ മുഹമ്മദിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും അതേപോലെ ലഷ്കറിന്റെ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു സെക്കൻഡ് കാറ്റഗറി പൊസിഷനിലിരിക്കുന്ന ഒരു ഭീകരനാണ് ഈ സഫിയുള്ള കസൂരി. ഇവനാണ് ബംഗ്ലാദേശിന്റെ ഉള്ളിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ നീക്കുന്നത്. അതായത് ഭീകരവാദത്തിനും ഇന്ത്യക്കുള്ളിൽ നുഴഞ്ഞുകയറ്റം നടത്താനും വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ സഫിയുള്ള കസൂരിയുടെ നേതൃത്വത്തിലാണ്. ഇവനാണ് ഇന്ത്യക്കുള്ളിൽ പഹൽഗാം ആക്രമണം നടന്ന സമയത്ത് കാശ്മീരിന്റെ ഉള്ളിലുള്ള ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ലഷ്കർ-e-തോയ്ബയുടെ മെയിൻ ഏജന്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അവനാണ് ഈ സഫിയുള്ള കസൂരി. അവൻ പറയുന്നത് വേറെ ഒന്നുമല്ല, ഇന്ത്യ എല്ലാ ദിവസവും നമ്മളെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് എല്ലാ ദിവസവും നമുക്ക് തലവേദനയായിട്ട് തീർന്നിരിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പൊ അവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്നുള്ളതാണ് ഈ സഫിയുള്ള കസൂരി ഇവിടെ നിന്ന് പറയുന്നത്. ഈ വാചക കസരത്ത് നടത്താൻ യാതൊരു കുഴപ്പമില്ല ഇവന്. പക്ഷേ ഇന്ത്യക്കുള്ളിൽ ഒരു ആക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ 2-3 വർഷം ഇരുന്ന് ഇവൻ പ്ലാൻ ചെയ്ത് പദ്ധതി ഒരുക്കി ഇവന്റെ ജീവിതത്തിന്റെ നല്ലൊരു ഭാഗം ഇവൻ ചെലവിടേണ്ടി വരും. അത്രമാത്രം റിസ്ക് ആണ് ഇന്ത്യക്കുള്ളിൽ ഒരു ആക്രമണം നടത്തണം എന്നുണ്ടെങ്കിൽ. അപ്പം അത്തരത്തിലുള്ള ഇന്ത്യക്കെതിരെയാണ് ഇവൻ ഇങ്ങനെ നിന്ന് ഡയലോഗ് അടിക്കുന്നത്. എനിവേ അടിച്ചോട്ടെ, ഇവനൊക്കെ എന്തെങ്കിലും ഒരു ദിവസം ഇന്ത്യക്ക് ഇരയാവേണ്ട ആൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അവനൊക്കെ ഇരുന്ന് വാചകം അടിക്കട്ടെ, അതൊക്കെ നല്ലത് തന്നെയാണ്, നടത്തട്ടെ. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം ചെറിയ രീതിയിൽ വഷളായിക്കൊണ്ട് വരുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ സ്റ്റേറ്റ്മെന്റ്, ഇസ്രായേൽ അഥവാ ഇറാനെ ആക്രമിക്കുന്നുവെങ്കിൽ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയുണ്ട് എന്നുള്ളത് വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ച സ്ഥിതിക്ക് ഇറാൻ റഷ്യയുടെ സൈഡിൽ നിന്നും 4 ലോഡ് ആയുധങ്ങൾ, കാർഗോ എയർക്രാഫ്റ്റാണ് വന്ന് ഇറങ്ങുന്നത്. ഇത് റഷ്യയുടെ എയർക്രാഫ്റ്റ് ആണ്. ഇത്രയും വലിയ കാർഗോ, ഭീമാകരമായിട്ടുള്ള കാർഗോ എയർക്രാഫ്റ്റിൽ കംപ്ലീറ്റ് ആയുധങ്ങൾ കൊണ്ട് ഇറക്കിയിട്ടുണ്ട് ഇറാൻ്റെ ഉള്ളിൽ. 4 ട്രിപ്പാണ് അടിച്ചത് കേട്ടോ. 4 ട്രിപ്പിൽ ഇറാന് വേണ്ട അത്യാവശ്യ സാധനങ്ങളെല്ലാം തന്നെ റഷ്യ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഇസ്രായേലും ഇപ്പുറത്ത് തയ്യാറാവുകയാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം ശരിക്കും ഈ ഒരു റെജീം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ആവശ്യം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ ഇറാൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും ഇറാൻ്റെ ഉള്ളിൽ പല ചെറിയ പ്രൊവിൻസുകളിൽ നിന്നും റെജീം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട സ്ലോഗൻസ് ആണ് പലപ്പോഴായിട്ട് ഈ കഴിഞ്ഞ 4 ദിവസം കൊണ്ട് അവിടെ ഇതാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ഈ പ്രതിഷേധങ്ങളിൽ ഉടനീളം ജനങ്ങൾ ആവശ്യപ്പെടുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റും ഇതാണ്. അപ്പം ഇതിനെ തുടർന്ന് നമ്മൾ അവിടെ ഇറാനിൽ മൊത്തത്തിൽ റൈസ പഹ്ലവിക്ക് സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ വിലയിരുത്തരുത്. ഈ പ്രതിഷേധം എന്ന് പറയുന്നത് എപ്പോഴും സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ്. ബാക്കി ഒരു സൈഡ് അസംഘടിതരായിട്ടുള്ള ആൾക്കാർ ഒരു സൈഡിലുണ്ട്. അപ്പം എപ്പോഴും ഈ അസംഘടിതരായിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ മെജോറിറ്റി വരിക. പ്രതിഷേധിക്കുന്ന ആൾക്കാർ അവർ ഗ്രൂപ്പ് ചേർന്ന് പ്രതിഷേധിക്കുന്നതാണ്. അപ്പോൾ ഏതായാലും നിലവിൽ ഈ IRGC എന്ന് പറഞ്ഞ ആ ഒരു ഗ്രൂപ്പിനും സംഘടിതമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു മതഭരണകൂടത്തിനും ഒരു പുതിയ തലമുറയ്ക്കും ഇടയിലുള്ള ഒരു ഫൈറ്റാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതിഷേധത്തിലാണ് ശരിക്കും ഇവർക്ക് വേറെ ആളില്ല. ഇവർക്ക് തീർച്ചയായിട്ടും റൈസ പഹ്ലവിയെ തന്നെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. കാരണം അവിടെ ഈ അസംഘടിതരായിട്ടുള്ള ഒരു കോമൺ പോപ്പുലേഷൻ ഉണ്ടല്ലോ, അവരുടെ സപ്പോർട്ടും കൂടി കിട്ടിയാലേ അവിടെ ഒരു ഭരണം നിലനിർത്താൻ കഴിയുള്ളൂ. അത് റൈസ പഹ്ലവി ആയാലും ശരി തന്നെ, ആരായാലും ശരി തന്നെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ
റേസ പെലവിയാണ് ഇപ്പോൾ ഇവർ ഏറ്റവും കൂടുതൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്നത്. അതേ സാഹചര്യത്തിൽ ഇസ്രായേലും ബദലായിട്ടുള്ള മൂവ്മെന്റ് നടത്തുന്നുണ്ട്. അഥവാ അവിടെ ഒരു റെജീം ചേഞ്ച് നടക്കുന്നു എങ്കിൽ ഇസ്രായേൽ കൃത്യമായിട്ട് സിറിയ മാതൃകയിൽ ഇറാനെ ആക്കി തീർക്കാനുള്ള ശ്രമത്തിലാണ്. ആ ഒരു വാർത്തയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വളരെ സുപ്രധാനപ്പെട്ട ഒരു ഇന്റലിജൻസ് വാർത്തയാണിത്. അതായത് സിറിയയിൽ എങ്ങനെയാണോ അസാദ് റെജീമിനെ ഓട്ടിച്ചിട്ട് അവിടെ കൃത്യമായിട്ട് അഹമ്മദ് അൽ ഷാരയെ കൊണ്ട് പ്രതിഷ്ഠിച്ചത്, ആ ഒരു ടൈമിൽ അഹമ്മദ് അൽ ഷാർ, അതായത് അബു മുഹമ്മദ് ജലാനി എന്ന് പറഞ്ഞ ഈ ഒരു IS ഭീകരൻ ഒരു ചെറുവിരൽ പോലും ഇസ്രായേലിനെതിരെ അനക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ അവിടെ ഭരിച്ചത് നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്ന് ഇസ്രായേൽ കൃത്യമായിട്ട് ഇസ്രായേലിന് വേണ്ട കാര്യങ്ങൾ എവിടേക്കാണെന്നുള്ളത് തെരഞ്ഞു പിടിച്ച് കൃത്യമായിട്ട് ആക്രമണങ്ങൾ നടത്തി അവരുടെ കംപ്ലീറ്റ് സാമഗ്രികളും ആയുധശേഖരങ്ങൾ ഉൾപ്പെടെ അവരുടെ ഫൈറ്റർ ജെറ്റുകൾ ഉൾപ്പെടെ കംപ്ലീറ്റ് തെരഞ്ഞു പിടിച്ച് തച്ചുടയ്ക്കുന്ന രംഗമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതേ അവസ്ഥയിൽ ഇറാനെ ആക്കി തീർക്കാനാണ് ഇസ്രായേലിന്റെ പ്ലാൻ. അതായത് റെജീം ചേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട് ഈ പ്രതിഷേധം ശക്തിപ്പെടുത്തുക. ഈ പ്രതിഷേധം ആളിക്കത്തിക്കഴിഞ്ഞാൽ ഓൾറെഡി നമ്മൾ പലതവണ നമ്മൾ ഡിസ്കസ് ചെയ്ത വിഷയമാണ്. ഇറാന്റെ ഉള്ളിൽ മൊസാദിന്റെ ഇൻഫ്ലുവൻസ് വളരെയധികം ഉണ്ട് എന്നുള്ളത്. പല സ്ഥലങ്ങളിലും യുദ്ധം ഒഫീഷ്യലി, അത് 12 ദിവസത്തെ യുദ്ധം ഒഫീഷ്യലി നിർത്തിയെങ്കിലും വീണ്ടും പല സ്ഥലങ്ങളിലും പൊട്ടിത്തെറികളൊക്കെ നമ്മൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. അപ്പൊ അതിനെ തുടർന്ന് ഇപ്പം ഇറാന്റെ ഉള്ളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾക്ക് പുറകിലും മൊസാദിന്റെ കരങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് IRGC ഭരണകൂടം വിശ്വസിക്കുന്നത്. അങ്ങനത്തെ സ്റ്റേറ്റ്മെന്റുകളും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പം ഈ സാഹചര്യത്തിൽ അവിടെ റെജീം ചേഞ്ച് നടന്നാൽ സിറിയ മാതൃകയിൽ ഇറാനെ തച്ച് തകർക്കും ഇസ്രായേൽ. അതിനാണ് റെഡിയാകുന്നത്. അപ്പൊ അങ്ങനെ അഥവാ ഇസ്രായേൽ അകത്തോട്ട് ഇറങ്ങി വരുന്നു എങ്കിൽ അവരെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഇറാനും തയ്യാറെടുക്കുകയാണ്. അവരും മിസൈലുകൾ സംഘടിപ്പിച്ച് വെക്കുന്നുണ്ട്, ഡ്രോൺ മാനുഫാക്ചറിങ് ചെയ്ത് കുന്നുകൂട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം പോരാഞ്ഞതിന് അമ്യൂണിഷൻസും അതേപോലെയുള്ള കംപ്ലീറ്റ് സാമഗ്രികളെല്ലാം തന്നെ റഷ്യയുടെ പക്കൽ നിന്നും 4 ലോഡ് എയർക്രാഫ്റ്റ് അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നിലവിലുള്ള സ്ഥിതിഗതികൾ. അപ്പം മിഡിൽ ഈസ്റ്റ് ഇസ്രായേൽ ഇറാൻ പിക്ചർ ക്ലിയർ ആയല്ലോ. സൊമാലിലാൻഡും ഇസ്രായേലും സൊമാലിയയും തമ്മിൽ ഒരു പുതിയ ക്ലെയിം. ആ ക്ലെയിം എന്താണെന്ന് പറഞ്ഞാൽ സൊമാലിയയാണ് ഈ ഒരു ക്ലെയിം ഉന്നയിക്കുന്നത്. സൊമാലിയ പറഞ്ഞിരിക്കുന്നത് സൊമാലിലാൻഡ് ഇസ്രായേലിൽ നിന്നും പാലസ്തീനികളെ അവർക്കുള്ള സെറ്റിൽമെന്റ് സൊമാലിലാൻഡിൽ കൊടുക്കാൻ അംഗീകരിച്ച സാഹചര്യത്തിലാണ് സൊമാലിലാൻഡിനെ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് ഇസ്രായേൽ അംഗീകരിച്ചത് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സൊമാലിയ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇസ്രായേൽ ആണെങ്കിൽ ഇതിനു മുമ്പേ പറഞ്ഞിട്ടുണ്ട് മൊറോക്കോ, സൊമാലിലാൻഡ്, പുറ്റ്ലാൻഡ് എന്ന് പറഞ്ഞ ആ സൊമാലിയയ്ക്കും സൊമാലിലാൻഡിനും ഇടയ്ക്ക് കിടക്കുന്ന ആ ഒരു ഡെഡ് സ്പേസ്, ഇവിടെ എല്ലാം ഇസ്രായേൽ പണ്ടേ പറഞ്ഞിരുന്നതാണ് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഞങ്ങൾ പാലസ്തീനികൾക്ക് വേണ്ടിയിട്ടുള്ള സെറ്റിൽമെന്റ് ഉണ്ടാക്കും എന്നുള്ളത്. അപ്പോൾ അത് സൊമാലിലാൻഡ് ആണ് എന്നാണ് ഇപ്പം നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അങ്ങനെ ഒരു വാർത്ത വരുന്നുണ്ട്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള വിവരം ഇനി പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ആ വിഷയം പുറത്തു വരുമ്പോഴത്തേക്കും സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് ആ ഒരു വിഷയത്തിനെ കുറിച്ച് നമുക്ക് നോക്കാം. ഇന്ത്യ റഷ്യ ഇപ്പം നിലവിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിച്ച് മടങ്ങിയ ഒരു അവസ്ഥയിൽ സൗത്ത് ഇന്ത്യയിൽ കൂടൻകുളം എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ന്യൂക്ലിയർ പവർ പ്ലാന്റിന്റെ എക്സ്പാൻഷന്റെ വിഷയം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എഗ്രി ചെയ്ത ആ ഒരു കരാർ അനുസരിച്ച് TVS-2M ഫ്യൂവൽ എന്ന് പറയുന്നത് ഈ 3ാമത്തെ ന്യൂക്ലിയർ പ്ലാന്റ് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് തരേണ്ട യുറേനിയത്തിന്റെ ഒരു ക്വാണ്ടിറ്റിയാണ്, യുറേനിയം ഫ്യൂവലിന്റെ ക്വാണ്ടിറ്റി. അപ്പം ആ ഒരു ക്വാണ്ടിറ്റി പൂർണ്ണമായിട്ട് റഷ്യയുടെ റോസോട്ടോംസ് ന്യൂക്ലിയർ ഫ്യൂവൽ ഡിവിഷൻ, നോവോസ്ബ്രിക്സ് കെമിക്കൽ കോൺസെൻട്രേറ്റേഴ്സ്, ഈ കമ്പനിയാണ് ശരിക്കും റഷ്യയിൽ നിന്നും ഈ ന്യൂക്ലിയർ ഫ്യൂവൽ നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. അതിന്റെ ഷിപ്മെന്റ് അവർ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യയിലേക്ക് ആ ഫ്യൂവൽ പൂർണ്ണമായിട്ടും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതായത് നമുക്ക് കൂടൻകുളം ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ 3ാമത്തെ പവർ പ്ലാന്റ് പൂർത്തീകരിക്കാനുള്ള കംപ്ലീറ്റ് സാമഗ്രികളും കിട്ടിക്കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അതിന്റെ പ്രവർത്തനം തുടങ്ങും, അതാണ് മനസ്സിലാക്കേണ്ടത്. കൂടൻകുളം ന്യൂക്ലിയർ പവർ പ്രോജക്റ്റിലെ 3ാമത്തെ പ്ലാന്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും. അതാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. ഗയാന എന്ന് പറഞ്ഞ ഒരു രാജ്യം, ഇതൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ്. ഈ രാജ്യം 2026 ഇന്ത്യയെ ക്ഷണിച്ചിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഓയിൽ കമ്പനിയിൽ ബിഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇന്ത്യക്ക് നേരിട്ടങ്ങ് തരികയാണ്, ഞങ്ങളുടെ ഓയിൽ നിങ്ങൾ എടുത്തോളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്, ഇതൊരു ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ്. തീർച്ചയായിട്ടും ട്രംപിന് ഇതൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. എന്നാലും ഇന്ത്യ തീർച്ചയായിട്ടും പോസിറ്റീവ് റെസ്പോൺസാണ്. ഇന്ത്യ ഈ താല്പര്യം കഴിഞ്ഞ വർഷം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഗയാനയെ അറിയിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ബ്രസീലുമായിട്ടൊക്കെ നമ്മൾ നല്ല ബന്ധത്തിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് മേജർ പ്ലേയേഴ്സ് ആണ് ഇവരെല്ലാം തന്നെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ. അപ്പം ഗയാനയിലെ ഇന്ത്യ 2026 ഈ ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടി ഗയാനയിൽ നിന്നും നമുക്ക് നമ്മളുടേതായിട്ടുള്ള, അതായത് റോസ് നെഫ്റ്റ്, ലൂക്കോയിൽ പോലത്തെ കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നില്ലേ, എക്സാൻ മൊബൈൽ ഇതേപോലത്തെ കമ്പനികളൊക്കെ പ്രവർത്തിക്കുന്നില്ല, അതേപോലെ നമുക്ക് നമ്മളുടെ കമ്പനി ഗയാനയിൽ സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് തന്നെ ഓയിൽ എക്സ്പോർട്ട് ചെയ്യാം, ഓയിൽ ഇന്ത്യക്കുള്ളിലേക്ക് ഇറക്കുമതി ചെയ്യാം. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്.
ഇന്ത്യയും യു എയും തമ്മിൽ ജോയിന്റ് മിലിറ്ററി എക്സസൈസ് കഴിഞ്ഞ 14 ദിവസം കൊണ്ട് നടക്കുകയായിരുന്നു അബുദാബിയിൽ. അത് ഇന്നലത്തോടു കൂടി അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഒരു വാർത്തയും കൂടി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനകത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ജയശങ്കർ ബംഗ്ലാദേശിൽ ചെന്ന് നടത്തിയ ഒരു നയതന്ത്ര ചർച്ച അത് പാകിസ്ഥാനെ ചിന്തിപ്പിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള വിഷയം. അതിനകത്ത് ഇന്ത്യ ബംഗ്ലാദേശിന് കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇവിടെ ഒരു കലാപന്തരീക്ഷം സൃഷ്ടിക്കുന്നത് അത് ഒഴിവാക്കണം. ആ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻഫർമേഷനാണ് ഇന്ത്യ പാസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനൊരു പിന്തുണ ഈ താരിഖ് റഹ്മാന്റെ സൈഡിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളത് മറ്റേ ജമാഅത്ത് ഇസ്ലാമിയും മറ്റേ ഭീകരവാദി സംഘടനയും അവരോട് ഒത്തു നിൽക്കുന്ന ഈ ഒരു സ്റ്റുഡൻസ് സംഘടനകളും അവർ പല രീതിയിലും ശ്രമിക്കും. അപ്പോൾ അതിന് താരിഖ് റഹ്മാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരവരുടെ പരിപാടി തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും. പക്ഷേ BNP പാർട്ടിയിൽപ്പെട്ട താരിഖ് റഹ്മാനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യണം, അഥവാ നയതന്ത്ര നീക്കങ്ങൾ പുള്ളിയിലൂടെ നടത്തണം എന്നാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. ആ മെസ്സേജ് തന്നെയാണ് കൺവേ ചെയ്തിരിക്കുന്നത്. അപ്പം താരിഖ് റഹ്മാൻ വിജയിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ സപ്പോർട്ട് ചെയ്യുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്റ്റുഡൻസ്, അതായത് ബെറ്റർ ദൻ യൂനസ്, ആ ഒരു ഓപ്ഷനാണ് ഇന്ത്യ ഇപ്പോൾ നോക്കി കാണുന്നത്. അപ്പം അങ്ങനെ ബംഗ്ലാദേശുമായിട്ടുള്ള ഒരു ക്ലാഷ് ഒഴിവാക്കിക്കൊണ്ട്, ഇതിനു മുമ്പ് BNP പാർട്ടി അവിടെ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യയുമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ ബന്ധം വലിയ രീതിയിൽ മോശപ്പെട്ട അവസ്ഥയിലൊന്നും പോയിട്ടില്ല. അപ്പം അറ്റ്ലീസ്റ്റ് ആ ഒരു ലെവലിലേക്കെങ്കിലും കൊണ്ടുവരാം എന്നാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. അപ്പോൾ എന്തായാലും കാര്യങ്ങളൊക്കെ നന്നായി വരട്ടെ. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.